6000 പോലീസുകാരുണ്ട്. 4 കമ്പനി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുമുണ്ട്. 4000-ഉം 5000-ഉം വരുന്ന RSS ഭീകരന്മാർ സായുധരായി മുസ്ലിം ഗൃഹങ്ങളിലേക്ക് ഇരച്ചു കയറുമ്പോൾ ഒന്നുകിൽ പോലീസ് ഇവർക്കൊപ്പം ചേരുകയോ അല്ലെങ്കിൽ നോക്കി നിൽക്കുകയോ ചെയ്തു. അഹമ്മദാബാദിൽ ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ട, ഏറ്റവും കൂടുതൽ വീടുകൾ കത്തിയമർന്ന നരോദ പാട്ടിയിൽ 5000 പേരടങ്ങുന്ന വളണ്ടിയർമാരായിരുന്നു ക്യാമ്പ് ചെയ്ത് കൊലയും ബലാത്സംഗവും തീവെപ്പും നടത്തിയത്. ഈ വിശ്വഹിന്ദു വളണ്ടിയർമാർ ചാര സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ഗുജറാത്തിൽ വൻ കൊള്ളകൾ നടത്തുന്നതിൽ കുപ്രസിദ്ധരായ ഈ സമുദായത്തെ വിശ്വഹിന്ദു പരിഷത്ത് ആക്രമണങ്ങൾക്കായി വാടകയ്ക്കെടുക്കുകയായിരുന്നു. മുൻ കോൺഗ്രസ് MP ഇഹ്സാൻ ജാഫ്രിയെ 40 പേരോടൊപ്പം ചുട്ടുകൊന്ന ചമൻപുരയിൽ ആയിരക്കണക്കിന് RSS പ്രവർത്തകർ 5 ദിവസം തുടർച്ചയായി ആക്രമണം നടത്തിയപ്പോൾ പോലീസുകാർ ഇവർക്ക് കാവൽ നിൽക്കുകയായിരുന്നു. അഹമ്മദാബാദിലെ പോലീസ് സ്റ്റേഷനുകളിൽ ശരാശരി 200 കോളുകളാണ് ഒരു ദിവസം അറ്റൻഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ശരാശരി 3500 ആയിരിക്കുന്നു. ഇതിൽ 80% ഭയചകിതരായ മുസ്ലിങ്ങളുടെ വിളിയാണെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. എത്ര വലിയ അടിയന്തര ഘട്ടത്തിലും 100 കേസുകൾ മാത്രം പരിഗണിക്കാൻ ശക്തിയുള്ള അഹമ്മദാബാദിലെ ഫയർ സ്റ്റേഷനുകളിലേക്ക് ഇന്ന് പ്രതിദിനം ശരാശരി 400 കോളുകൾ ചെല്ലുന്നു. അഹമ്മദാബാദിൽ മുസ്ലിമായി ജനിച്ചു വളർന്ന ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തിലെ മുഴുവൻ സമ്പത്തുകളും അവശേഷിപ്പുകളൊന്നുമില്ലാതെ കത്തിക്കരിഞ്ഞു കഴിഞ്ഞു. ഗുജറാത്തിൽ ഇപ്പോഴും അന്വേഷണം തുടരുന്ന വിവിധ ഗ്രൂപ്പുകൾ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് മരിച്ചവരുടെ എണ്ണം 2000-നും മീതെയാണ്. ഇവരിൽ നല്ലൊരു ശതമാനത്തിന്റെയും മൃതദേഹങ്ങൾ പോലും വീണ്ടെടുക്കാനായിട്ടില്ല. കാരണം സ്വന്തം വീട് ചിതയാക്കി മാറ്റി അതിൽ കത്തിച്ച് വെണ്ണീറാക്കുകയായിരുന്നു ഓരോരുത്തരെയും. ഞങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് അവർ എന്റെ അനുജത്തിയെ ജീവനോടെ തീവച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്ന പണം അവർക്ക് കൊടുത്ത് ജീവൻ തിരിച്ചു തരാൻ പറഞ്ഞെങ്കിലും അവർ കേട്ടില്ല. അവളുടെ 4 കുഞ്ഞുങ്ങളെയെങ്കിലും കൊല്ലരുതെന്ന് യാചിച്ചെങ്കിലും അവർ കേട്ടില്ല. നീ മരിക്കണമെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ വീട്ടിലുണ്ടായിരുന്ന 2 അനുജത്തിമാരെയും ജീവനോടെ തീയിട്ടു. ഗർഭിണിയായിരുന്ന അവളുടെ വയർ കുത്തിക്കീറി കുഞ്ഞിനെ എടുത്ത് തീയിട്ടു. നിങ്ങൾ അവിടെ പോയി നോക്കൂ, നിങ്ങൾക്കത് നേരിട്ട് കാണാം. അതെ, വീടുകൾക്കകത്ത് തല തകർത്തും വയർ കുത്തിക്കീറിയും കൂട്ടബലാത്കാരത്തിന് ഇരയാക്കിയും തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം ഈ ഉയർന്നു പൊങ്ങുന്ന തീജ്വാലകൾക്കും ബന്ധമാംസത്തിന്റെ മണമുള്ള പുകച്ചുള്ളുകൾക്കും മാത്രമേ അറിയൂ. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണ്ടെത്തൽ പ്രകാരം അഹമ്മദാബാദിൽ 100-ലേറെ കബറിടങ്ങളിൽ കരിഞ്ഞ് കട്ടകളായി മാറിയ മനുഷ്യ ശരീരങ്ങൾ കൂട്ടമായി അടക്കിയിരിക്കുന്നു. ദുധേശ്വറിലും ജുഹാപുരയിലും സർവിജിലും സാരംഗ്പൂരിലും 100 കണക്കിന് ആളുകളെ ഒന്നിച്ചടക്കിയ കുഴിമാടങ്ങൾ കാണാമെന്ന് റീഡിഫ്.com റിപ്പോർട്ട് ചെയ്യുന്നു. ഗുജറാത്തിലെ ഓരോ താലൂക്കിലും പേരടങ്ങുന്ന പ്രത്യേക സംഘങ്ങൾ സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു വംശനാശം നടപ്പാക്കിയത്. ഓരോ പ്രദേശത്തും 24 മണിക്കൂർ വീതം സംഘം അഴിഞ്ഞാടിയതായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് വരെ ബോധ്യമായി. സെൽഫോണുകൾക്ക് പുറമെ
പോലീസ് സ്റ്റേഷനുകളിലെ വയർലെസ് സംവിധാനങ്ങൾ വരെ അക്രമികളുടെ ഉപയോഗത്തിനുണ്ടായിരുന്നു. പലരും രക്ഷിക്കണേ എന്ന് വിലപിച്ച് പോലീസിന്റെ കാൽക്കൽ വീണു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സംഘപരിവാരത്തിന്റെ സംഹാര താണ്ഡവത്തെ ചെറുത്തു നിൽക്കാൻ ചെറിയ ശ്രമങ്ങൾ നടന്നു. ഇതിനെ അക്രമികൾ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടു. 2002 ഏപ്രിൽ 7 പുറത്തിറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് ഈ വിവരം പുറത്തുകൊണ്ടുവന്നു. സ്വന്തം വീടുകളിലേക്ക് പാഞ്ഞു കയറിയ അക്രമികളെ ചെറുക്കാൻ തയ്യാറായ മുസ്ലിം യുവാക്കളെ പോലീസുകാരാണ് നേരിട്ടത്. അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് വെടിവെച്ചു. 40 പേർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ദൂരദർശൻ വാർത്ത. എന്നാൽ ഈ 40 പേരും മുസ്ലിങ്ങളായിരുന്നു എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടെത്തി. ബാപ്പു നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ട 40 പേർക്കും പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലായിരുന്നു വെടിയേറ്റത്. എല്ലാ വെടിയും നെഞ്ചിലും തലയിലും തന്നെ പതിക്കണമെങ്കിൽ നിരത്തി നിർത്തി വെടിവെച്ചതാകുമെന്ന് വിദഗ്ധാഭിപ്രായവും പത്ര റിപ്പോർട്ട് ഉന്നയിച്ചു. 20-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളായിരുന്നു മരിച്ച 40 പേരിൽ 36. So immediately sentry has to open fire in the air, and I also rushed, and I had also to open fire 3 rounds in the air. And then we could disperse all the riotous mob members. ചെറിയ വർഗീയ സംഘർഷങ്ങൾ പോലും സമാധാന കമ്മിറ്റികൾ വഴിയും ദുരിതാശ്വാസ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും ലഘൂകരിക്കുന്നതിന് സർക്കാരുകൾ തന്നെ മുൻകൈയെടുക്കുന്നതാണ് ഇന്ത്യയിലെ ഇതുവരെയുള്ള അനുഭവം. എന്നാൽ ഗുജറാത്തിൽ ഒരിടത്തു പോലും സർക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നില്ല. മരിച്ചു ജീവിക്കുന്നവരുടെ ആസ്ഥാനങ്ങളായി 100-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഗുജറാത്തിൽ ഇപ്പോഴുണ്ട്. 1.5 ലക്ഷത്തോളം ജനങ്ങൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നു. ബലാത്കാരത്തിനിരയായി രക്ഷപ്പെട്ടോടിയ സ്ത്രീകളും ആക്രമിക്കപ്പെട്ട പിഞ്ചു ബാല്യങ്ങളും രോഗികളായ സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെട്ട നിസ്സഹായരും ഭയചകിതരുമായ ഈ ജനക്കൂട്ടത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ക്യാമ്പുകളിൽ ലഭ്യമല്ല. ഇവരോട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി കളക്ടർമാർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ തിരിച്ചുപോയ പലരും പണ്ട് വീട് നിന്ന സ്ഥലങ്ങളിൽ ചാരക്കൂനകൾ കണ്ട് ക്യാമ്പുകളിലേക്ക് തന്നെ മടങ്ങിപ്പോയിരുന്നു. ബജ്രംഗ് ദളും RSSും ഓരോ ഗുജറാത്ത് ഗ്രാമങ്ങളിലും ഇപ്പോഴും മുസ്ലിം വിദ്വേഷത്തിന്റെ വിഷം ചീറ്റി യോഗങ്ങൾ നടത്തുകയാണ്. ശവശരീരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന നാസി സംഘടനയുടെ ഗുജറാത്തിലെ നില ഒന്നുകൂടി മെച്ചപ്പെടുത്തുമെന്ന കണക്കുകൂട്ടലിൽ 2003 നടക്കേണ്ട തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താനും സംഘം തയ്യാറാവുന്നു. 2001 കേശുഭായ് പട്ടേലിനെ പിന്തള്ളി മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി എന്ന RSS തീവ്രവാദി ഗുജറാത്തിലെ ന്യൂനപക്ഷ ഉന്മൂലനത്തിന്റെ സംഘാടകരിൽ ഒരാൾ മാത്രമാണ്. ഇന്ത്യയിൽ BJP വൻ ഭൂരിപക്ഷത്തോടെ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഏക സംസ്ഥാനം ഗുജറാത്താണ്. 182 സീറ്റുകളിൽ 117ഉം BJPക്ക് സ്വന്തം. തീരുമാനങ്ങളെടുക്കാൻ ആരുടെയും പിന്തുണ വേണ്ടാത്ത സംസ്ഥാനം. അധികാരത്തിൽ വന്ന അന്നു മുതൽ BJP മുസ്ലിം വേട്ടയുടെ ലാബറട്ടറി വർക്കുകൾ തുടങ്ങി. ഇന്ന് ലോക ചരിത്രത്തിൽ നാസികൾക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ള അതിസൂക്ഷ്മതയോടെ അവർ അത് നടപ്പിലാക്കുകയും ചെയ്തു. നമ്മുടെ ജനാധിപത്യത്തിന്റെയും സെക്യുലറിസത്തിന്റെയും ഭാവി ഇരുൾ മൂടിയതാണെന്ന സൂചനകളാണ് ഗുജറാത്തിലെ വംശോച്ചാടനം നൽകുന്നത്.